അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നൽകിയ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളുടെ 3ാമത്തെ ക്ലാസ്സാണ്. ഹോട്ട് ടോപ്പിക്സ് എന്ന മേഖലയിൽ നിന്നുമുള്ള ക്ലാസ്സാണ്. നമ്മളെടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആക്റ്റുകൾ എന്ന് പറഞ്ഞ ഒരു ഏരിയയുണ്ട്. സുപ്രധാന നിയമങ്ങളെന്നാണ്. 5-6 നിയമങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഫുൾ മാർക്കും കിട്ടണം. അപ്പോൾ ആ കിട്ടേണ്ട രീതിയിൽ നമ്മൾ പഠിക്കുന്നു. അതല്ലെങ്കിൽ എങ്ങനെയാണത് പഠിക്കേണ്ടത് എന്ന ഒരു രീതിയിലാണ് പഠിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാക്റ്റ് മാത്രം പഠിച്ച് 5 മിനിറ്റിൽ അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ആ പഠിച്ച സമയം നമുക്ക് പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ 1 മാർക്ക് നമുക്ക് കിട്ടണം. അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന രീതി വെച്ച് നമുക്ക് ലോജിക്കലി ചിന്തിച്ച് ഉത്തരം എഴുതിയിട്ട് ആ 1 മാർക്കാണെങ്കിൽ 1 മാർക്ക് നേടാൻ സാധിക്കണം. അതുകൊണ്ട് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പഠനമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് നമ്മുടെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിച്ചു. 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് വിവരാവകാശ നിയമത്തെക്കുറിച്ചുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്തിനെക്കുറിച്ചാണ് പറ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം, അതായത് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്റ്റുകൾ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുകൾ, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മളത് പറയുന്നത് എന്താണ്? മനുഷ്യാവകാശം എന്നാണ് പറയുന്നത്, അല്ലേ? മനുഷ്യാവകാശം. മനുഷ്യൻ എന്തുണ്ട്? അവകാശം ഉണ്ട്. ഈ മനുഷ്യൻ അവകാശം കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? ഉണ്ടാവും. അത് സർവത്ര കുഴപ്പമുണ്ടാവും. ആ സർവത്ര കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന ഏറ്റവും നല്ല പരിപാടി എന്താണ്? മനുഷ്യന് കുറച്ച് അവകാശങ്ങൾ കൊടുക്കുക, അതായത് സ്വാതന്ത്ര്യം കൊടുക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ മനുഷ്യാവകാശങ്ങളെന്ന് പറയുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തെന്നറിയാമോ? ഇത് ഏകദേശം ഒരു 800ഓളം വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ആദ്യമായിട്ട് മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്. ആ പ്രശ്നം ഉണ്ടാക്കിയ സ്ഥലമെന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലേ? എവിടെയാണ്? മദർലാൻഡ് ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചിട്ടുള്ള ഇംഗ്ലണ്ടിലാണ്. അവിടെ 1215 നടന്ന ഒരു ഉടമ്പടിയെ നമ്മൾ പഠിച്ചു കാണും, അല്ലേ? അതെന്താണ്? മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാണ്. ഈ മാഗ്ന കാർട്ടയാണ് ആദ്യത്തെ മനുഷ്യാവകാശ പത്രിക എന്ന് പറയുന്നത്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അടിച്ചമർത്തപ്പെട്ട ജനത രാജാവിനെ വിരട്ടി നേടിയ അവകാശമെന്ന് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ മാഗ്ന കാർട്ടയെ പറ്റി പറയാം. റണ്ണിമേഡ് മൈതാനത്ത് വെച്ച് ജോൺ രാജാവാണ് ഒപ്പിട്ട് കൊടുത്തത്, അല്ലേ? അതേ തുടർന്ന് ജനങ്ങൾക്ക് അവകാശം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമുണ്ടാകുമെന്നൊരു തിരിച്ചറിവ് എല്ലായിടത്തും ഉണ്ടായി വന്നു. എന്നാൽ കൃത്യമായൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായിട്ട് നടന്നൊരു സമരമുണ്ട്. ഏതാണെന്നറിയാവോ? ആ സമരമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടം അറിയാവോ? 1789 കാലഘട്ടമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ആ ഫ്രഞ്ച് വിപ്ലവം എന്താണ് അവരുടെ മുദ്രാവാക്യം? സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം, സാഹോദര്യം വേണം. ഒന്നോർത്തെ, ഇതെല്ലാം അവകാശമല്ലേ? മനുഷ്യന് വേണ്ടുന്ന അവകാശമല്ലേ? അപ്പോൾ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ വിപ്ലവങ്ങൾ നടന്നിട്ടുള്ളത്. ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുള്ളത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഇനി വീണ്ടും ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ രക്തരഹിത വിപ്ലവം എന്ന് പറഞ്ഞൊരു വിപ്ലവം ഇംഗ്ലണ്ടിലും നടന്നിട്ടുണ്ട്, അല്ലേ? 1688-89 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള രക്തരഹിത വിപ്ലവമുണ്ട്. അതും മനുഷ്യാവകാശത്തിന് വേണ്ടി തന്നെയാണ് നടന്നിരിക്കുന്നത്, അല്ലേ? ഇനി വീണ്ടും നോക്കിക്കഴിഞ്ഞാലോ, അതായത് മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന ഭരണകൂടത്തിനെതിരായിട്ട് നടന്ന ജനകീയ ചെറുത്തുനിൽപ്പെന്നും സമരമെന്നും ഉള്ള പേരിൽ അറിയപ്പെട്ടൊരു സമരമുണ്ട്. അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. കാരണം ഈ ഇംഗ്ലണ്ടിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു അമേരിക്കയിലെ ജനങ്ങൾ. അവർ പ്രാതിനിധ്യമില്ലാതെ നികുതി കൊടുക്കുവാനായിട്ട് വിധിക്കപ്പെട്ടവർ, സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് കമ്പനി പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതേപോലെ ബ്രിട്ടീഷുകാരും പറയുന്ന വിലയ്ക്ക് കൊടുക്കുവാനായിട്ട് ബാധ്യതപ്പെട്ട ആൾക്കാർ. അങ്ങനെ അവരും തീരുമാനിച്ചു ഞങ്ങൾക്കും അവകാശങ്ങൾ വേണം. അങ്ങനെ എന്ത് ചെയ്തു? ആ മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ അവർ നടത്താൻ തീരുമാനിച്ചു. ഫിലാഡൽഫിയയിൽ വെച്ച് ചേർന്ന സമ്മേളനമൊക്കെ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ട് തന്നെ നമ്മൾ പറയണത്. പക്ഷേ അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്, സമരപ്രഖ്യാപന കൺവെൻഷനാണ്, ഫിലാഡൽഫിയ കൺവെൻഷനാണെന്നൊക്കെയല്ല പഠിച്ചിരിക്കുന്നത്. പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് മനസ്സിലായി ഇത് വെറുതെ പറയാൻ മാത്രമുള്ളതല്ല, ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അവരവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചു, മനുഷ്യാവകാശ പത്രിക എന്ന പേരിൽ. അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഈ ബിൽ ഓഫ് റൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന എല്ലാ രാജ്യങ്ങൾക്കും തോന്നി ബിൽ ഓഫ് റൈറ്റ്സ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്, കൊടുത്തില്ലെങ്കിൽ എന്തുണ്ടാവും? പ്രശ്നമാകും. അങ്ങനെ മനുഷ്യാവകാശങ്ങളുടെ ആദിമ രൂപമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മാഗ്ന കാർട്ടയും ബിൽ ഓഫ് റൈറ്റ്സും ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പോലും മനുഷ്യാവകാശങ്ങളുണ്ട്.
അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ മൗലികമായ അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നത് അവിടെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ മനുഷ്യാവകാശം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയപ്പോൾ എന്തായി, ഈ ലോകത്ത് യുദ്ധങ്ങളുണ്ടാകുന്നത്, കുഴപ്പങ്ങളുണ്ടാകുന്നത്, കലാപങ്ങളുണ്ടാകുന്നത് ഒരുവൻ മറ്റൊരുവൻ അടിച്ചമർത്തി അവൻ്റെ അവകാശങ്ങൾ ഹനിക്കുമ്പോഴാണ്. അതിനി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുവാനായിട്ട് ലോകത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സംഘടനയുടെ പേര് നമുക്കറിയാം, എന്തായിരിക്കാം? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനാണ്. അവരെന്ത് ചെയ്തു? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ നടത്തി, സാർവത്രിക പ്രഖ്യാപനം നടത്തുകയാണ്, അല്ലേ? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേരിലൊരു പ്രഖ്യാപനം അവർ നടത്തി. ആ പ്രഖ്യാപനം നടത്തിയത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. ആ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത ആളിനെ നമുക്കറിയാം. അവരുടെ പേരെന്താണെന്നറിയാവോ? അവരാണ് അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്ന FD റൂസ്വെൽറ്റിൻ്റെ ഭാര്യയായിരുന്ന എലനോർ റൂസ്വെൽറ്റ് എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. ഈ പ്രഖ്യാപനം വായിക്കപ്പെട്ടത് എന്നറിയാവോ? പ്രഖ്യാപനം നടത്തപ്പെട്ടത് എന്നായിരുന്നു? 1948 ഡിസംബർ മാസം 10 മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തപ്പെട്ടത്. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അത് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ജീവിക്കാനുള്ള അവകാശം, അല്ല? മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? മനുഷ്യൻ തുല്യനായിട്ടാണ്, അല്ലേ? മനുഷ്യന്മാരെല്ലാവരുടെ അവകാശങ്ങൾ എന്താണ്? അവന് തുല്യമാണെന്നല്ലേ പറയുന്നത്. മനുഷ്യന്മാരുടെ അവകാശങ്ങൾ തുല്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെയോ മനുഷ്യൻ, അല്ലേ, എല്ലാ മനുഷ്യനും എങ്ങനെ ജനിക്കുന്നു എന്ന് പറയുന്നത്? എല്ലാ മനുഷ്യനും സ്വതന്ത്രനായി ജനിക്കുന്നു. അവന് പദവിയും അവകാശങ്ങളും എല്ലാം എന്താണ്? തുല്യമായിട്ട് തന്നെയാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ്. അതിൽ തന്നെയാണ് മനുഷ്യാവകാശം. അതായത് ഇപ്പോൾ ഭരിക്കുന്നവനായാലും ഭരിക്കപ്പെടുന്നവനായാലും അവൻ ജനിക്കുന്നത് എങ്ങനെയായിട്ടാണ്? തുല്യനായിട്ടാണ് ജനിക്കുന്നത്. എല്ലാ മനുഷ്യനും തുല്യനായി ജനിക്കുന്നു. അവകാശങ്ങളും പദവികളും എന്താണ്? അവന് തുല്യമായിട്ട്, അല്ലെങ്കിൽ അവന് തുല്യ അവകാശമാണുള്ളത് എന്ന് പറയുന്നൊരു പ്രഖ്യാപനം. അതായത് ഉന്നത സ്ഥാനത്തിരിക്കുന്നവനെയും താഴെത്തട്ടിലുള്ള സാധാ പ്രജയെയും എങ്ങനെ കണക്കാക്കുന്നു? ഒരേപോലെ കണക്കാക്കുന്നു. അതാണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലും ഒക്കെ പങ്കെടുത്ത ഒരു വനിതയുണ്ടായിരുന്നു, അല്ലേ? മഹാത്മാഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത, ക്വിറ്റ് ഇന്ത്യ സമര പോരാട്ടങ്ങളിലൊക്കെ പങ്കെടുത്ത, വനിതാ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ നിലകൊണ്ട ഒരു വനിതയുണ്ടായിരുന്നു. അവരുടെ പേരോർമ്മയുണ്ടോ? ഹൻസ ജീവരാജ് മേത്ത എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്, അല്ലേ? ഹൻസ ജീവരാജ് മേത്ത എന്ന് പറയുന്ന ഒരു വനിതയുണ്ടായിരുന്നു, ഹൻസ ജീവരാജ് മേത്ത. ഇവർ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. 1990കളിലാണ് ഇവർ മരണമടയുന്നത്. സമര പോരാട്ടങ്ങളിലൊക്കെ പങ്കെടുത്തൊരു വനിതയുമാണ്. അപ്പോൾ ഇവർ ഉണ്ടായിരുന്നു. ഹൻസ ജീവരാജ് മേത്ത എന്താണ്, നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് അതിലും ഉണ്ടായിരുന്നു. അതേപോലെ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആരാണ്? ഈ ഹൻസ ജീവരാജ് മേത്ത. അപ്പോൾ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 30ഓളം വരുന്ന വകുപ്പുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ചുരുങ്ങിയതൊരു 5-6 കാര്യങ്ങളെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം, അല്ലേ? ഏറ്റവും പരമപ്രധാനമായിട്ടൊരു മനുഷ്യന് വേണ്ടുന്ന അവകാശങ്ങളാണ് അതിൽ പറയുന്നത്, അല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പറിട്ട് അങ്ങോട്ട് എഴുതി വെക്കാനായിട്ട് സാധിക്കുന്നതാണ്, അല്ലേ? 1, 2, 3, 4 എന്ന് നമ്പറിട്ട് ഇങ്ങനെ എഴുതി വെക്കാം. അതെന്തിനൊക്കെയുള്ള അവകാശങ്ങളാണ്? ജീവിക്കാനുള്ളൊരവകാശമുണ്ട്, അല്ലേ? നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അല്ലേ? പിന്നെയോ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്, അല്ലേ? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമത്തെ സ്വാതന്ത്ര്യം എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, അല്ലേ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്മൾ അടിമയാകാൻ പാടില്ല. നമുക്ക് എന്ത് വേണം? സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നു. പിന്നെയോ സംഘടന എന്ന് പറയണം നമുക്കുണ്ടാവണം. സംഘടന രൂപീകരിക്കാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടാവണം. അതായത് ഏതൊരു വ്യക്തിക്കും അവൻ ഇഷ്ടപ്പെട്ട പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുവാനും വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനം പുതിയതായിട്ട് രൂപീകരിക്കുവാനുമുള്ള റൈറ്റാണ് ഇവിടെ ഈ പറയുന്ന സംഘടനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്തായിരുന്നു? തൊഴിലവകാശം. അതായത് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ അവൻ അവകാശം ഉണ്ടാവണമെന്ന് പറയാം. ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കണം. എന്നുവെച്ചാൽ മാന്യമായ തൊഴിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കിയാൽ മയക്കുമരുന്ന് കച്ചവടം, ചാരായക്കടത്ത്, പെൺവാണിഭം, ഇതൊക്കെ തൊഴിലാണ്. പക്ഷേ അത് മാന്യമായ തൊഴിലായിട്ട് കണക്കാക്കുന്നില്ല. അപ്പോൾ തൊഴിൽ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെയോ അതെ, സംസ്കാരം. അവനവൻ്റെ തനതായ സംസ്കാരമുണ്ട്, ഭാഷയുണ്ട്, ലിപിയുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം? അവനനുവർത്തിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കണം. ഏത് നാട്ടിലാണെങ്കിലും ഇപ്പോൾ ഒരു ആഫ്രിക്കക്കാരനാണ്, അവൻ്റേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലേ? അവനെന്ത് ചെയ്യണം? അതനുവർത്തിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കണം. അതെന്താണ്? അവൻ്റെ അവകാശമാണ്. അവൻ്റെ ലിപിയില്ലേ? അതവന് എഴുതുവാനും വായിക്കുവാനും സാധിക്കണം. തടഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവകാശം ഹനിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന
അവകാശങ്ങളെന്ന രീതിയിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ്? ജീവിക്കാനുള്ളത്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടന രൂപീകരിക്കാനുള്ളതും, തൊഴിൽ സ്വാതന്ത്ര്യത്തിനും സംസ്കാരം, ഭാഷ, ലിപി എന്നിവ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലേ. ഒരല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് നമ്മൾ എവിടെയോ കണ്ടു മറന്ന സാധനമാണ്. മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതിലാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെയാണ് മൗലിക അവകാശമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ. ആ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഓർക്കുന്നുണ്ടോ? പ്രസ്ഥാനങ്ങളുടെ പേര്, മനുഷ്യാവകാശ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ പേര് അല്ലേ. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഉണ്ട് അല്ലേ. പിന്നെയോ റെഡ് ക്രോസ് ഉണ്ട്. റെഡ് ക്രോസ് അല്ലേ, റെഡ് ക്രോസ് ഉണ്ട്. അതേപോലെ തന്നെ റെഡ് ക്രസൻ്റ് ഉണ്ട്. റെഡ് ക്രോസും റെഡ് ക്രസൻറ്റും ഉണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരുടേതാണ്. അത് ഹെൻറി ഡ്യുനൻറ്റിൻ്റെതാണ്. ചിലപ്പോൾ ഇത് ഏറ്റവും പഴക്കം ചെന്ന സംഘടനകളൊക്കെ ഒരു വർഷമൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഇതിൻ്റെ സ്ഥാപകം 1863. മാറ്റമില്ലല്ലോ, മാറാൻ പാടില്ല. 1863 കേട്ടോ. അപ്പോൾ 1863 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഏത് സ്ഥാപിക്കപ്പെട്ടത്? റെഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിക്കപ്പെട്ടത് അല്ലേ. ഇനി ഇതേപോലെ മറ്റു പ്രധാനപ്പെട്ട സംഘടന ഏതാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് അല്ലേ. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇത് സ്ഥാപിച്ചത് ഹെൻറി ഡ്യുനൻ്റ് ആണ് കേട്ടോ. ഏത്? റെഡ് ക്രോസ് സ്ഥാപിച്ചത്. ഇനി നമ്മൾ പറയുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണലാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ബെനൻസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ബെനൻസൺ. ഏത് ബെനൻസൺ? പീറ്റർ ബെനൻസൺ അല്ലേ. പീറ്റർ ബെനൻസൺ എന്ന വ്യക്തിയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിച്ചത്. ഈ ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്നാ വന്നത്? 1961. 1961 ആംനസ്റ്റി ഇൻ്റർനാഷണൽ വന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടന എന്നുള്ള രീതിയിൽ. പിന്നെ ഏതുണ്ട് നമുക്ക് പറയാൻ പറ്റുക? ഗ്ലോബൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ട് അല്ലേ. ഗ്ലോബൽ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഘടന മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഘടനയാണ്. ഗ്ലോബൽ റൈറ്റ്സ് എന്ന് പറയും. ഗ്ലോബൽ റൈറ്റ്സ് എന്നാ വന്നത് അറിയാവോ? 1978 ഗ്ലോബൽ റൈറ്റ്സ് വന്നത്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അല്ലേ. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന പേരിലൊരു സംഘടന ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആണ് എന്ന് വെച്ചാൽ അറിയാവോ, പല പ്രദേശങ്ങളിലുള്ള പ്രശ്നങ്ങൾ, മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഇവയൊക്കെ എന്ത് ചെയ്യണം? പരിഹരിക്കണം. അതാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. അപ്പോൾ എന്തുണ്ട്? ഇത് ഏഷ്യക്ക് വേണ്ടിയുണ്ട്, ആഫ്രിക്കയ്ക്ക് വേണ്ടിയുണ്ട്, മിഡിൽ ഈസ്റ്റിന് വേണ്ടിയുണ്ട് അല്ലേ. ആഫ്രിക്കയ്ക്കും ഏഷ്യയ്ക്കും മിഡിൽ ഈസ്റ്റിനും വേണ്ടിയുണ്ട്. ഏറ്റവും അവസാനം UN പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്നാണ് വന്നെന്നറിയാമോ? ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് 1978 അത് ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. 1978 ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയുന്ന ഒരു സംഘടന നിലവിൽ വന്നതെന്ന് നമുക്കറിയാം അല്ലേ. ഇനി നമ്മൾ നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ സമരം ചെയ്ത, അടിച്ചമർത്തൽ ഭരണകൂടത്തിനെതിരെ പ്രതികരിച്ച ഒരു വ്യക്തിയുണ്ട്. സമ്പൂർണ്ണ വിപ്ലവം എന്നുള്ള ആശയത്തിൻ്റെ വക്താവായിട്ടുള്ള ജയപ്രകാശ് നാരായണനാണ് അദ്ദേഹം. JP എന്ന് പറയും നമ്മൾ അല്ലേ. അപ്പോൾ JPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയാൽ JPക്ക് 1-2 സംഘടനകളൊക്കെ ആയിട്ട് ബന്ധമുണ്ട് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള. അതിൻ്റെ പേരെന്തൊക്കെയാണെന്നറിയാവോ? സിറ്റിസൺ ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അല്ലേ. സിറ്റിസൺ ഫോർ ഡെമോക്രസി എന്നാണ് പറയുന്നത്. അപ്പോൾ സിറ്റിസൺ ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അത് ഏത് കാലഘട്ടത്തിലാണ് വന്നതെന്ന് ഓർമ്മയുണ്ടോ? 1974. അതായത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുൻപ് ഇന്ദിരാഗാന്ധിയുടെ കിരാതഭരണമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സിറ്റിസൺ ഫോർ ഡെമോക്രസി എന്ന് പറയുന്നത്. ഇതേപോലെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു സംഘടനയും കൂടി ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. അതേതായിരുന്നു? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്നാണ് പറയുന്നത്. പീപ്പിൾസ് യൂണിയൻ അല്ല, PU അതാണ്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. അത് 1976 നിലവിൽ വന്നിരിക്കുന്നത്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്ന് പറയുന്നത്. പിന്നെയോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൊച്ചി കേന്ദ്രമാക്കിയിട്ട് ഒരു സംഘടനയുണ്ട്. എന്താണത്? എഗൈൻസ്റ്റ് ഇഗ്നറൻസ് എന്ന് പറയും. എഗൈൻസ്റ്റ് ഇഗ്നറൻസ് എന്ന് പറഞ്ഞാണ് ഏറ്റവും ഒടുവിലും കണ്ടു വന്നതാണ് അല്ലേ. എഗൈൻസ്റ്റ് 2014 എഗൈൻസ്റ്റ് ഇഗ്നറൻസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. 2014 വന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റുന്നതാണ്, മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമുള്ളതല്ല.
ഇത് ലോകം മുഴുവനുള്ള കാര്യങ്ങളാണ്. മനുഷ്യനുള്ളിടത്തെല്ലാം മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടനകളുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞത്, ഇന്ത്യയിലുള്ള സംഘടനകളെക്കുറിച്ച് പറഞ്ഞത്. പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ, അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഏറ്റവും ഒടുവിൽ ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള ജാസ്മിൻ റവല്യൂഷൻ ഇല്ലേ, അതും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് മനുഷ്യാവകാശത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നപ്പോൾ ഇതിൻ്റെ മനുഷ്യാവകാശങ്ങളുടെ ചരിത്രം എന്നുള്ള മേഖലയിൽ നിന്നും എവിടെന്നെങ്കിലുമൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതിനകത്തുനിന്നും മാത്രമേ ചോദ്യം ഉണ്ടാവുകയുള്ളൂ. അതിൽ യാതൊരു തർക്കവുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കടക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ മനുഷ്യാവകാശവും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും എപ്രകാരമാണ് നടന്നത് എന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിനൊരു നിയമമുണ്ട് അല്ലേ? ഇന്ത്യയിൽ മനുഷ്യാവകാശവും മറ്റുമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു നിയമമുണ്ടല്ലോ. നിയമത്തിൻ്റെ പേരെന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് നമ്മൾ പറയും അല്ലേ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഇത് പണ്ട് കാലത്തൊക്കെ PSCയുടെ പരീക്ഷയ്ക്ക് ഒറ്റ ചോദ്യമാണ്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം നടന്ന വർഷം ഏത്? ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതുകൊണ്ട് അതിൽ നിന്നുള്ള ചോദ്യം കഴിഞ്ഞു. വളരെ സിമ്പിളായിരുന്നു അന്നത്തെ കാലത്തൊക്കെ പഠിച്ച് ജോലി വാങ്ങിച്ചൊക്കെ പോകാനായിട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? അല്ല. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് വന്നു, എങ്ങനെ വന്നു, ആര് കൊണ്ടുവന്നു, അതിൻ്റെ ചരിത്രം എന്ത്, പശ്ചാത്തലം എന്ത്, എല്ലാം പഠിച്ചാലും എന്താണ്, നമ്മൾ കഷ്ടപ്പെട്ടിരുന്നപ്പോൾ ആ ചോദ്യം തന്നെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കളയുന്ന അവസ്ഥയാണ് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയാൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ വർഷം 1993 1993 അല്ലേ? ഇതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നിയമം എന്ന് പറയുമ്പോഴേ പാർലമെൻറ്റ് ബില്ല് തയ്യാറാക്കി പാസ്സാക്കി രാഷ്ട്രപതിയുടെ ഒപ്പിടിപ്പിച്ച് വന്നു കഴിയുമ്പോഴേ അത് ഗസറ്റിൽ നിയമമായിട്ട് വരികയുള്ളൂ. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. ഇത് എങ്ങനെ വന്നതാണ് ഈ നിയമം? ഇതൊരു ഓർഡിനൻസിലൂടെ വന്നതാണ് അല്ലേ? ഇതൊരു ഓർഡിനൻസിലൂടെ വന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടോ? അപ്പോൾ ഇത് ഓർഡിനൻസിലൂടെയാണ് വന്നത്. ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനിരുന്നുറങ്ങിയാൽ എന്താ സംഭവിക്കുക? ക്ലാസ് നിങ്ങൾക്കൊന്നും പിടികിട്ടാതെ വരും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ക്ലാസ്സിലിരുന്ന് ആരെങ്കിലും ഇനി ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങളൊക്കെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. 10-15 പേർക്ക് ഇരിക്കാവുന്ന സംവിധാനമല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സമയം നോക്കിയിട്ട് രാത്രിയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഈ ബാച്ചങ്ങട്ട് അട്ടപ്പെടലും പിരിച്ചുവിടേണ്ടി വരും നമുക്ക്. എന്നിട്ട് ഉറക്കമില്ലാത്ത പിള്ളേരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എവിടെന്നെങ്കിലും തപ്പി കണ്ടെത്തി എങ്ങനെ കൊടുക്കേണ്ടി വരും? അങ്ങോട്ട് കാശ് കൊടുത്ത് ഇരുത്തേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യാം ഏതാണ്? അപ്പോൾ 15 പേരുടെ ഈ ബാച്ച് പിരിച്ചുവിടണം എന്ന കാര്യത്തിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഉറങ്ങാതിരുന്നെങ്കിൽ മാത്രമേ തീരുമാനമാകുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാം അല്ലേ? ഏതാണ്? ഓർഡിനൻസ് വഴിയാണ് ഇത് നിലവിൽ വന്നത്. ഏത് ദിവസമാണ് ഓർമ്മയുണ്ടോ? സെപ്റ്റംബർ 28. നിങ്ങൾ എത്രയോ തവണ പഠിച്ച തീയതികളൊക്കെ അല്ലേ ഇതൊക്കെ? സെപ്റ്റംബർ 28 ഒരു ഓർഡിനൻസിലൂടെയാണ് വന്നത് അല്ലേ? 1993 ഇതൊരു ഓർഡിനൻസിലൂടെ വന്നെങ്കിൽ അന്നത്തെ രാഷ്ട്രപതി ആരാണെന്ന് അറിയേണ്ടത് നമ്മൾ. അന്നത്തെ കാലം നമ്മുടെ രാഷ്ട്രപതി ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരാണ് ശങ്കർ ദയാൽ ശർമ്മ എന്ന് പറയും അല്ലേ? 92-97 കാലഘട്ടത്തിൽ ശങ്കർ ദയാൽ ശർമ്മ, 97-2002 കാലഘട്ടത്തിൽ KR നാരായണൻ, 2002-2007 കാലഘട്ടത്തിൽ APJ അബ്ദുൽ കലാം. ഓക്കെ, അപ്പോൾ ഇത് ശങ്കർ ദയാൽ ശർമ്മയാണ്. ഏത് വ്യക്തി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അത് കൊണ്ടുവന്നെന്ന് ഓർമ്മയുണ്ടോ? ഈ കാലഘട്ടം എന്ന് വെച്ചാൽ നമ്മുടെ പുത്തൻ സാമ്പത്തിക നയമൊക്കെ വന്ന കാലഘട്ടം, മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടം. ഇപ്പോൾ പ്രധാനമന്ത്രി ആരാ? PV നരസിംഹറാവു, 14 ഭാഷകൾ സംസാരിക്കുന്ന ബഹുഭാഷാ പണ്ഡിതൻ അല്ലേ? ശങ്കർ ദയാൽ ശർമ്മയും PV നരസിംഹറാവും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. ഇത് പ്രകാരം മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. പക്ഷേ ഇത് ഗസറ്റിലൊക്കെ പ്രഖ്യാപനം ചെയ്തപ്പോൾ എന്താണ്, ഒരു കൊല്ലമൊക്കെ കൂടി കഴിഞ്ഞായിരുന്നു അല്ലേ? ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഗസറ്റിലൊക്കെ പ്രഖ്യാപനം ചെയ്ത് വരുന്നത്. 1994 ഇത് ഗസറ്റിൽ പ്രഖ്യാപനം ചെയ്ത് വരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം വെടിയും പുകയും പോലെ നടന്നായിരുന്നു അല്ലേ? അതായത് സെപ്റ്റംബർ മാസം 28 നിയമം വന്നു. ഒക്ടോബർ മാസം എത്രാം തീയതിയാണ് ഈ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്? ഒക്ടോബർ മാസം ഓർമ്മയുണ്ടോ? 1993 ഒക്ടോബർ മാസം 12 മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു അല്ലേ? അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് 1993 ഒക്ടോബർ മാസം 12 തീയതി എന്താണ് ഒന്നുകൂടി പറഞ്ഞ്? ഒക്ടോബർ മാസം 12. ഉറക്കം വരുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഒക്ടോബർ മാസം 12 ഈ ഒരു കമ്മീഷൻ ഇവിടെ നിലവിൽ വരുന്നത് അല്ലേ? അപ്പം അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടെ നിലവിൽ വന്നു. ഈ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയാൽ ഇതിൽ എത്ര അധ്യായങ്ങളുണ്ടെന്നറിയാമോ? മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര അധ്യായങ്ങളുണ്ട്?
8 അധ്യായങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ 8 അധ്യായങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8 അധ്യായങ്ങൾ ഇവിടെ നിലവിലുണ്ട്. 8 അധ്യായം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയാവോ, പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ് പഠിപ്പിച്ചതാണ്? പ്രാരംഭികം എന്ന് പറയുന്നു. അപ്പോൾ പ്രാരംഭികം എന്ന് പറയുന്നതാണ് ഒന്നാമത്. രണ്ടാമത്തതോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് അല്ലെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച്. മൂന്നാമത്തത് ചുമതലകളും കടമകളും അല്ലേ, ചുമതലകളും കടമകളും അതുമായി ബന്ധപ്പെട്ടുള്ള സേവന കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. നാലാമത്തത് നടപടിക്രമമാണ്. അഞ്ചാമത്തേത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. ആറാമത്തേത് കോടതികൾ. പിന്നെ ഏഴാമത്തത് അക്കൗണ്ട്സ് ആണ് കേട്ടോ, അക്കൗണ്ട്സ് ആണ് ഏഴാമത്തത്. എട്ടാമത്തത് മിസലേനിയസ്. സംഭവം വളരെ സിമ്പിളാണ്. അതായത് ഇൻട്രൊഡക്ഷൻ കേട്ടിട്ടുള്ള പ്രാരംഭികം അതെപ്പോഴും ഒന്നാമത്തെ അധ്യായത്തിൽ വരും. രണ്ടാമത്തതിലാണ് മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത്. മൂന്നാമത്തതിൽ അതിൻ്റെ ചുമതലകൾ. നാലാമത്തെ അവരുടെ നടപടിക്രമങ്ങൾ. അഞ്ചാമത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച്. ആറാമത്തെ നോക്കിയാൽ ഏതാണ്, കോടതികളെക്കുറിച്ച്. ഏഴാമത്തത് അവരുടെ അക്കൗണ്ട്സും ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഏറ്റവും ഒടുവിലോ അൽഗുലത്തെല്ലാം കൂടിയിടുന്ന മിസലേനിയസ്. മനസ്സിലായല്ലേ? അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് രണ്ടാമത്തതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് അഞ്ചാമത്തെ അധ്യായത്തിലുമാണ് എന്ന് ഓർത്താൽ മതി നമ്മൾ. ഇനി നമുക്ക് നമ്മുടെ ഈ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കൂടി നിയന്ത്രിക്കുന്ന മനുഷ്യാവകാശം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഈ കമ്മീഷൻ രൂപീകരിക്കുന്നതും സെക്ഷനുകളും ഒക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? എത്രാമത്തെ സെക്ഷൻ ആയിരിക്കാം അത്? മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന സെക്ഷൻ 3 എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. എന്താണ് സെക്ഷൻ 3? അതാണ്. അപ്പോൾ സെക്ഷൻ 3 എന്ന് വെച്ചാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയാൽ നമ്മൾ അറിയേണ്ടുന്ന കാര്യമുണ്ട്. ഈ സെക്ഷൻ 3 പ്രകാരം ഒരു മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മനുഷ്യാവകാശ കമ്മീഷൻ 93 രൂപീകരിക്കപ്പെട്ടതാണ്. അതിൽ പക്ഷേ ചില ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. 2006 ഒരു തവണ ഭേദഗതി വന്നു അല്ലേ. പിന്നെയോ 2019 അടുത്ത ഭേദഗതിയും വന്നു. ഈ 2 ഭേദഗതിയും വന്ന സ്ഥിതിക്ക് നമ്മൾ പഠിക്കേണ്ടുന്ന ഭേദഗതി ഏതായിരിക്കണം? ഈ 19 ഭേദഗതി പഠിച്ചാൽ മതി. കാര്യം കാലഹരണപ്പെട്ടു പോയ ഭേദഗതികളോട്ടൊന്നും നമ്മൾ പോകേണ്ടുന്ന കാര്യം തന്നെ ഇല്ല കേട്ടോ. 2019 ഭേദഗതിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതും പ്രകാരം ഈ പറയുന്ന സെക്ഷൻ 3 പ്രകാരമുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന ആ ഒരു കമ്മീഷൻ അല്ലേ, ആ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സെക്ഷൻ 3 പറയുന്നത് അല്ലേ. ഇനി അടുത്ത സെക്ഷൻ ഏതായിരിക്കും ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്? സെക്ഷൻ നമുക്ക് ഓരോ സെക്ഷനും പറഞ്ഞിട്ട് അതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകാം. ഏതായിരിക്കും അടുത്ത സെക്ഷൻ? സെക്ഷൻ 3 കഴിഞ്ഞാലും അടുത്ത് വരുന്ന ഏതായിരിക്കും സെക്ഷൻ? ആ സെക്ഷൻ 4 എന്താണ് സെക്ഷൻ 4നെ കുറിച്ച് പറയുന്നത്? നിയമനമാണ് അല്ല, ഇവരുടെ നിയമനത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് അല്ലേ. ഇനി അടുത്ത സെക്ഷൻ 5 എന്തായിരിക്കും? അടുത്ത സെക്ഷൻ ഏതാണ്? രാജി അല്ലേ. സെക്ഷൻ 5 രാജിയാണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലേ. പിന്നെ ഏതാണ് അടുത്ത സെക്ഷൻ വരുന്നത്? 6 ഏതാണ്? സെക്ഷൻ 6 കാലാവധിയാണ്. സെക്ഷൻ 6 കാലാവധിയെ പറ്റിയാണ് പറയുന്നത് അല്ലേ. സെക്ഷൻ 6 കാലാവധിയാണ്. ഇനി ഏതെങ്കിലും വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? സെക്ഷൻ 12 ചുമതലകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. ഏതാണ്? മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെക്ഷനുകളെക്കുറിച്ച് എങ്ങാനും ചോദിച്ചാൽ ഉത്തരം കിട്ടാതെ പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 3 എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാം അല്ലേ. സെക്ഷൻ 3 പറയുന്നത് എന്താണ്? ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, ആ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതല എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടല്ലോ, ആ ലംഘനങ്ങൾ ഉണ്ടാകാതെ നോക്കുക. ഇത് ലംഘനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലോ അതിന് കാരണമാകുന്ന സംഭവവികാസങ്ങളെ ഇല്ലാതെയാക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുന്നത് അല്ലേ. ഇതിൽ എത്ര പേരാണ് ഉള്ളത് മനുഷ്യാവകാശ കമ്മീഷനിൽ അറിയാവോ? ഒരു ചെയർപേഴ്സൺ പ്ലസ് 5 പെർമനൻറ്റ് മെമ്പേഴ്സാണ്. അപ്പോൾ ചെയർപേഴ്സൺ ആൻഡ് 5 പെർമനൻറ്റ് മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി പുതിയ നിയമപ്രകാരം 2019 നിയമപ്രകാരം മാറ്റം വന്നു. എങ്ങനെയാണ്? നേരത്തെ എന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്നുള്ള സ്ഥാനത്തേക്ക് ഇരിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ 2019 അമിത്ഷാ കൊണ്ടുവന്ന് അവതരിപ്പിച്ച ആ ഒരു ഭേദഗതി നിയമം കാരണം ഇവർക്ക്
ചീഫ് ജസ്റ്റിസ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അതായത് ചെയർമാൻ എന്നുള്ള സ്ഥാനത്തിരിക്കുന്ന വ്യക്തി സുപ്രീം കോർട്ടിൽ നിന്നുള്ള റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് അതല്ലെങ്കിൽ ആരാവണം, ഒരു ജഡ്ജ് ആവണം എന്ന് മാത്രമേ വ്യവസ്ഥയുള്ളൂ. അപ്പോൾ ഒരു ജഡ്ജോ മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്ന ഒരു വ്യക്തിക്കോ ആരാകാനായിട്ട് സാധിക്കും? മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരാനായിട്ട് സാധിക്കും. ഇനി 5 അംഗങ്ങളുണ്ടല്ലോ, ആ 5 അംഗങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ വരുന്ന ആൾക്കാരാണെന്നാണ് അറിയേണ്ടത്. 5 അംഗങ്ങൾ എന്ന് പറയുന്നവർ എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ അറിയണം അല്ലേ. ഈ 5 അംഗങ്ങൾ എങ്ങനെ വരുന്ന ആൾക്കാർ അറിയാവോ? ഒരാൾ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ട് വിരമിച്ച ആളായിരിക്കണം. സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ട് വിരമിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം ഒരാൾ. രണ്ടാമത്തെ വ്യക്തിയോ? രണ്ടാമത്തെ വ്യക്തി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസോ ജഡ്ജോ ആയി വിരമിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ വ്യക്തി എന്ന് പറയാൻ നേരത്തെ എങ്ങനെയുള്ള ആൾക്കാരാണ് മൂന്നാമത്തെ വ്യക്തി? മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല പ്രാപ്തിയുള്ള വ്യക്തിയായിരിക്കണം. പക്ഷേ ഒരാൾ ആരായിരിക്കണം? സ്ത്രീയുമായിരിക്കണം, വനിതയുമായിരിക്കണം എന്ന് പറയുന്നത്. ഇതാണ് 5 അംഗങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞ ആൾ എപ്പോഴും സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് അതല്ലെങ്കിൽ ജഡ്ജായിരിക്കണം. അതാണ് നിബന്ധന. ഇനി 5 അംഗങ്ങളുണ്ട്. ഈ 5 അംഗങ്ങളിൽ ഒരാൾ സുപ്രീം കോടതിയിലെ തന്നെ റിട്ടയേർഡ് ആയിട്ടുള്ളൊരു ജഡ്ജായിരിക്കണം. ഇനി മൂന്നാമത് ഒരാളുണ്ട് അല്ലേ. മൂന്നാമത്തെ ആളുടെ പേര് എന്താണ്? അത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ എന്ത് വേണമെങ്കിലും അല്ല. ഹൈക്കോടതിയാണ് സാധാരണഗതിയിൽ വരുന്നത്. ഒരു സുപ്രീം കോടതി ഉള്ളതുകൊണ്ട് രണ്ടാമത് ഹൈക്കോടതിയിലെ ജഡ്ജിന് വരാം. പിന്നെ അവശേഷിക്കുന്ന 3 പൊസിഷനുണ്ട്. അത് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യപ്രാപ്തിയുള്ള 3 വ്യക്തികൾക്ക് നീക്കി വെച്ചിരിക്കും. പക്ഷേ ആ 3 വ്യക്തികളിൽ ഒരാളെന്ന് പറയുന്നത് വനിതയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടം കൊണ്ട് കഴിഞ്ഞില്ല. ഇതിലെന്തുണ്ട്? എക്സ് ഒഫീഷ്യോ മെമ്പർമാരെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പർമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവോ, പെർമനൻറ്റ് മെമ്പർമാരല്ല. പക്ഷേ ഇവർക്ക് ഈ കമ്മീഷൻ്റെ യോഗങ്ങളിലും തീരുമാനങ്ങളിലും എല്ലാം പങ്കെടുക്കുവാനും അഭിപ്രായം പറയുവാനും എല്ലാം റൈറ്റുള്ള ആൾക്കാരാണ്. ഇവരെ നോമിനേറ്റ് ചെയ്ത് വിടുന്ന ആൾക്കാരൊന്നും അല്ല, ഇവർ വരുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തെന്നറിയാവോ? ഇതിൽ ആരെല്ലാമാണ് മെമ്പർമാരായിട്ട് വരുന്നത് അറിയാവോ? എക്സ് ഒഫീഷ്യോ ആയിട്ട് വരുന്ന ആൾക്കാർ ആരെല്ലാമാണ്? ഒന്ന് വളരെ സിമ്പിളാണ്, പട്ടികജാതി കമ്മീഷൻ അല്ലേ. ഒന്ന് പട്ടികജാതി കമ്മീഷൻ. പട്ടികജാതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരും വരണം? പട്ടികവർഗ കമ്മീഷൻ വരണം അല്ലേ. പിന്നെയോ വനിത. അതായത് ഓർത്താൽ മതി, മനുഷ്യാവകാശങ്ങൾ എപ്പോഴും ഹനിക്കപ്പെടുന്നത് ദുർബലരുടേതല്ലേ. ദുർബല വിഭാഗം ആരെന്ന് ഓർത്താൽ മതി അല്ലേ. ഒന്ന് പട്ടികജാതി, 2 പട്ടികവർഗം, മൂന്നാമത്തെ ആരാണ്? വനിതാ കമ്മീഷൻ അല്ലേ. അടുത്ത ബാലന്മാരുടെ അവകാശം നഷ്ടപ്പെടും. പിന്നെയോ ഭിന്നശേഷി. പിന്നെയോ പിന്നാക്ക വിഭാഗം. പിന്നെയോ മൈനോറിറ്റി വിഭാഗമാണ് കേട്ടോ. മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷം. 7 മേഖലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ തരും. താഴെ തന്നിരിക്കുന്നതിൽ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഈ പറഞ്ഞിരിക്കുന്നതിന് 3-4 പേരുടെ നട്ട് ചിലപ്പോൾ അതിനകത്ത് ചേർക്കും യുവജനക്ഷേമ കമ്മീഷൻ. നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. അടി കൊടുക്കും അല്ലേ. എന്ത് കിട്ടും? കയ്യിരിക്കുന്നൊരു മാർക്ക് കളഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാം അല്ലേ. അപ്പോൾ അതായിരിക്കും സംഭവിക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇവരാണ് ഇതിലെ എക്സ് ഒഫീഷ്യോ മെമ്പർമാരെന്ന് പറയുന്നത്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത ഉണ്ടെന്താണ്? ഇതിലൊരു ജനറൽ സെക്രട്ടറി ഉണ്ട് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷന് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങളൊരു കുറച്ചങ്ങോട്ട് തള്ളിയിരിക്കും, ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കുറച്ചങ്ങോട്ട് തള്ളിയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കിയാലും മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പറഞ്ഞാൽ ഇതിന് ആര് വേണം? ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാവണമെന്ന് പറയാം കേട്ടോ. മെമ്പർ സെക്രട്ടറി. ഇപ്പോൾ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളുണ്ടാകും. ജനറൽ സെക്രട്ടറി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സെക്രട്ടറി ജനറലാണ്, അതുകൊണ്ടൊരു മെമ്പറായിട്ടൊരു സെക്രട്ടറി ഇതിനകത്തുണ്ടാകും. അയാൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നൊരു സെക്രട്ടറിയുടെ പോസ്റ്റാണ് വഹിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിട്ട് മലയാളികളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഒരുപാട് മലയാളികൾ വന്നിട്ടുണ്ട്. ചെയർമാനായിട്ട് വന്നത് ഒരേ ഒരു മലയാളികളെന്ന് തോന്നുന്നത് നമ്മുടെ ആരായിരുന്നു? KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം, അതായത് കറക്റ്റ് 5 വർഷം തികച്ചിരിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയൊരു മനുഷ്യനാണ് അദ്ദേഹം കേട്ടോ. 5 വർഷം തികച്ചിരുന്ന ആളാണ് KG ബാലകൃഷ്ണൻ. പിന്നെ ഒരു വനിത വന്നിട്ടുണ്ട്. അത് ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് അല്ലേ. അവർക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്തായിരുന്നു? സുപ്രീം കോടതി ജഡ്ജായ ആദ്യ മലയാളി വനിത ആയിരുന്നു അവർ അല്ലേ. അപ്പം നമ്മുടെ ഫാത്തിമ ബീവി എന്ന് പറഞ്ഞ അവരും ഇതിൽ അംഗമായിട്ടിരുന്നിട്ടുള്ള ഒരാളാണ്.
അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സെക്ഷൻ എന്ന് പറയുന്നത്? സെക്ഷൻ 3 ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇതുമായി നിയമനമല്ല, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയാണ് നമ്മളിനി പറഞ്ഞത്. ഇനിയുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 സെക്ഷൻ 4 എന്തിനെ പറ്റിയാണ് പറയുന്നത്? നിയമനത്തെ പറ്റിയാണ്. 5 എന്തായിരുന്നു? രാജി നീക്കം ചെയ്യൽ. 6 ഓർമ്മയുണ്ടോ? 6 കാലാവധിയാണ്. 12 എന്തായിരുന്നു? ചുമതലകൾ. 20 റിപ്പോർട്ട്. ഓക്കെ, ഇത് ഇവിടെ കിടക്കട്ടെ, കാരണം ഇടയ്ക്ക് വെച്ച് ഞാൻ പറയാൻ വിട്ടുപോയാൽ നിങ്ങൾക്ക് ചോദിക്കാനൊരു അവസരമായിട്ട് കിടന്നോട്ടെ. ഓക്കെ, ഇത്രയുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി നിയമനം നമ്മൾ നോക്കിയാൽ, അപ്പോൾ ഇവരാരാണ് നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ആരാണ് നിയമിക്കുന്നത്? മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്ക് ഇവർ നിയമിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും രാഷ്ട്രപതിയുടെ മുന്നിൽ ഇവരുടെ പേരെഴുതി പാനൽ വെച്ച് കൊടുക്കണ്ടേ? അങ്ങനൊരു പാനലുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്ന ഒരു പാനലുണ്ട്. ആ പാനൽ നമ്മൾ നോക്കാൻ നേരത്ത് വളരെ 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 എളുപ്പമാണ് പഠിക്കാനായിട്ട്, അല്ലേ? ഒന്ന് നമ്മൾ നോക്കിയാൽ ആരാണ്? പ്രധാനമന്ത്രി എന്ന് പറയാൻ പറ്റും. പിന്നെ വേറൊരു മന്ത്രിയും കൂടി ആ കൂട്ടത്തിലുണ്ടാകും. അതേത് മന്ത്രിയാണ്? പ്രധാനമന്ത്രി അല്ലാതെ വേറൊരു മന്ത്രി ഉള്ളത്? ആഭ്യന്തരമന്ത്രിയാണ്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും, അതായത് മോഡിയും അമിത്ഷായും നമ്മളെല്ലാം അവരെല്ലാം എല്ലാം തീരുമാനിക്കണം. അപ്പോൾ മോഡിയും അമിത്ഷായും കൂടി തീരുമാനിച്ചു, അല്ലേ? അവർ 2 പേര് അവിടെയുണ്ട്. പിന്നെയോ 2 പേരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തും. ആരാണത്? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ലോക്സഭ പ്രതിപക്ഷ നേതാവ്. അടുത്തത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇനി 5ാമത് വരുന്ന ഒരു വ്യക്തിയുണ്ട്. അതാരാന്നറിയാവോ? അത് ലോക്സഭ സ്പീക്കർ. 6ാമത് വരുന്നൊരു വ്യക്തിയുണ്ട്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആണ്. എവിടത്തെയാണ്? രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ. ഈ 6 പേര് ചേർന്നിട്ടാണ് ആരെല്ലാം നിയമിക്കുന്നത്? കമ്മീഷൻ അംഗങ്ങളെ. നമ്മുടെ ഏത് കമ്മീഷൻ? വനിതാ കമ്മീഷനാണ്? അല്ല, മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെല്ലാം നിയമിക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇവരുടെ നിയമനം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ നിയമനം ഇവർക്ക് കിട്ടി. ഈ നിയമനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഇവർ ആ സ്ഥാനത്ത് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ പുനർനിയമനം എന്ന് പറയുന്നത് ഇവർക്ക് ഇല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാന് പുനർനിയമനം ഇല്ല. അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലോ, നമ്മുടെ ഏതാണ് വിവരാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ. ആ വിവരാവകാശ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആ വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷന് പുനർനിയമനം ഇല്ല. കമ്മീഷനിലെ അംഗങ്ങൾക്ക് വേണമെങ്കിൽ ചെയർമാനായിട്ട് പുനർനിയമനം കൊടുക്കാം. അതേപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുണ്ടല്ലോ, അവർക്ക് പുനർനിയമനം കിട്ടും. എങ്ങോട്ടേക്ക്? കേന്ദ്ര നിയമനിർമ്മാണ, കേന്ദ്ര നിയമമല്ല, കേന്ദ്ര വിവരാവകാശ ഇതിലേക്ക് കിട്ടും. അതിൽ നമ്മൾ പറഞ്ഞില്ല, അതിപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ നിയമനം എന്ന് പറയുന്നത്. അപ്പോൾ നിയമനം മനസ്സിലായില്ല? ഓക്കെ. അപ്പോൾ നിയമനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എന്താണ്? അടുത്ത സെക്ഷനാണ്, അല്ലേ? അടുത്ത സെക്ഷൻ 5 രാജി അല്ലെങ്കിൽ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി. അതായത് നിയമിക്കുന്ന ആൾ പ്രസിഡൻ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് കുറച്ചു കാലം കഴിയുമ്പോഴേ പദവി മടുത്ത് കഴിയാൻ നേരത്ത് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾക്കും ചെയർമാനും രാജിവെക്കാനായിട്ട് അവകാശമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ രാജിവെക്കും. ഇപ്പോൾ രാജി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്കാണ് കൊടുക്കേണ്ടത്? രാജി കൊടുക്കേണ്ടത് പ്രസിഡൻറ്റിനാണ് ഇവർ കൊടുക്കേണ്ടത്. പ്രസിഡൻറ്റിന് രാജി കൊടുക്കും. പ്രസിഡൻറ്റ് രാജി സ്വീകരിക്കും, അല്ലേ? ഇനി ഇവർ രാജിവെക്കുന്നില്ല. ഇവർക്ക് ഇവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനും സാധിക്കുന്നില്ല എന്ന് വയ്ക്കുക. എന്ത് ചെയ്യും? പട്ടി തിന്നിയേയില്ല, പശുവിനെ കൊണ്ട് തെറ്റിക്കുകയില്ല എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിടിച്ച് പുറത്താക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അങ്ങനത്തെ പരിപാടിക്കാണ് നമ്മളെന്ത് പറയണത്? നീക്കം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ നീക്കം ചെയ്യും. ആരാ നീക്കം ചെയ്യണത്? പ്രസിഡൻ്റാണ് നീക്കം ചെയ്യണത്, അല്ലേ? പ്രസിഡൻ്റാണ് ഇവരെ നീക്കം ചെയ്യണത്. ഇവർ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കാരണം വേണം. എന്തായിരിക്കണം കാരണം? നമ്മുടെ വിവരാവകാശ കമ്മീഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാരണങ്ങളില്ലേ, അത് തന്നെ. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ സ്വഭാവദൂഷ്യം, അതായത് പദവിയുടെ അന്തസ്സിനെ നിരക്കാത്ത രീതിയിൽ പെരുമാറുക, അല്ലേ? രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തായിരിക്കാം? കഴിവില്ലായ്മ എന്ന് പറയുന്നു. അതായത് ഇരിക്കുന്ന കസേരയ്ക്ക് ഒരു ഭാരമായിട്ട് മാറുന്ന പ്രക്രിയ, അതാണ് കഴിവില്ലായ്മ എന്ന് പറയുന്നത്. മൂന്നാമത് എന്ത് പറയാം?
കാശില്ലാത്ത അവസ്ഥ. അതായത് പാപ്പരെ കണ്ടവനിടയ്ക്ക് കടം മേടിച്ച് എന്തായിരിക്കാം, നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ആ വഴി പോകല്ലേ, കടം മേടിച്ച് കളിയെന്ന് പറഞ്ഞ് ആൾക്കാരെന്ത് ചെയ്യുന്നു, ആ വഴി പോകാത്തൊരവസ്ഥ. അതായത് പാപ്പർസ്യൂട്ട്, അതായത് നമ്മൾ ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നൊരവസ്ഥ അല്ല, പാപ്പരാവുക. പാപ്പരായാൽ നാലാമത് എന്തെന്നറിയാമല്ലോ, ഭരണഘടനാ ലംഘനം നടത്തിയാൽ. അഞ്ചാമതൊരു കാര്യം കൂടിയുണ്ട്, അതാണ് ആളുടെ മാനസിക ശേഷി തകരാറിലാവുക. മനോനിലയെ ബാധിക്കുന്ന തരത്തിലുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മനോനില മോശമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാറ്റിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഈ സെക്ഷൻ 5 പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജിയും നീക്കവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാമല്ല. അടുത്ത എന്താണ്, ആറാമത്തേത് കാലാവധിയെക്കുറിച്ചാണ് പറയണത് അല്ലേ. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലാവധിയെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ കാലാവധി നേരത്തെ എന്ന് വെച്ചാൽ ഇവർക്ക് 5 വർഷം കൊടുക്കുമായിരുന്നു, 70 വയസ്സ് വരെ പ്രായപരിധിയും കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ KG ബാലകൃഷ്ണ സാറിനൊക്കെ എന്ത് കിട്ടിയത്, 5 വർഷം തികച്ചിരിക്കാനൊക്കെ ആയിട്ടുള്ള അവസരം കിട്ടിയത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു, മാറ്റം വന്നു അല്ലേ. മാറ്റം വന്നതാണ് 2019 കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്ന അമിത് അനിൽ ചന്ദ്ര ഷാ എന്ന നമ്മുടെ അമിത് അനിൽ ഷാ അല്ലേ, അദ്ദേഹം എന്ത് ചെയ്തു, അത് ഭേദഗതി വരുത്തി 3 വർഷമാക്കി. അപ്പോൾ ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമോ 70 വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് അതാണ്. അപ്പോൾ 3 വയസ്സ് 70 വയസ്സ് ഏതാണോ ആദ്യം, അതനുസരിച്ച് ഇവരെന്ത് ചെയ്യേണ്ടി വരും, കസേരയിൽ നിന്ന് മാറിക്കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടാവുന്നത്. അതാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് അല്ലേ. ഇനിയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് എന്താണ്, ഇവരുടെ ചുമതലകളാണ്. ചുമതല എന്ന് പറയുന്നത് ഏതിലാണ് പറയുന്നത്, സെക്ഷൻ 12 പറയുന്നത്. അത് വ്യക്തമായിട്ട് നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് പഠിക്കേണ്ടത്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതല താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരും. കോമൺ ആയിട്ട് നമുക്കറിയാം, മനുഷ്യാവകാശ ലംഘനങ്ങൾ കണ്ടെത്തുക, അതിൽ പ്രതികരിക്കുക, ഇതാണ് നമുക്കറിയാൻ പറ്റും അല്ലേ. മറ്റു പല കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണ് ഓർമ്മയുണ്ട, എന്താണ്, അതായത് പരാതി കൊടുക്കുവാരെങ്കിലും വ്യക്തികൾക്ക് കൊടുക്കാൻ പരാതി, ആ വ്യക്തികളുടെ പരാതിയിന്മേൽ എന്ത് ചെയ്യാം, പരാതിയിന്മേൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നടപടി സ്വീകരിക്കാം. അതേപോലെ ചില കോടതികൾ കയറി ഇടപെട്ട് കളയും. അപ്പോൾ പരാതി അത് വ്യക്തിയുടെ പരാതിയാവാം, കോടതിയുടെ നിർദ്ദേശവും ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യും, കേസെടുക്കാം. അപ്പോൾ വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടും. അതേപോലെ കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടും എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം അല്ലേ. ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കിയാൽ എന്ത് പറയാൻ പറ്റും, തീർപ്പാകാതെ ഇരിക്കുന്ന ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്. ആരുടെ കയ്യിൽ, കോടതിയുടെ പരിധിയിൽ. അപ്പോൾ കോടതി പറയും, മനുഷ്യാവകാശ കമ്മീഷൻ നിങ്ങൾ ഇടപെടാവോ എന്ന് ചോദിക്കാൻ നേരത്ത് കോടതി സമക്ഷം ഇരിക്കുന്ന തീർപ്പാകാത്ത മനുഷ്യാവകാശ പരാതിയിന്മേൽ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് അങ്ങോട്ട് കയറി എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ നീക്കും അല്ലേ. അതാണ് തീർപ്പാകാത്ത വിഷയങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷന് തീർപ്പ് കൽപ്പിക്കാനായിട്ട് പറ്റും. ഇനി എന്താണുള്ളത്, മൂന്നാമത്തേത് അതെ. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കുറേ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ജയിലുകളിൽ കുറേ ആൾക്കാരെ ഇടിക്കുന്നു അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല, ഉപദ്രവിക്കുന്നു കേട്ടിട്ടില്ല ജയിലുകളിൽ. അതേപോലെ ഈ ചില ആൾക്കാരെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, ജുവനൈൽ ഹോമുകൾ, അതുപോലെ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ, മാനസിക രോഗമുള്ളവരെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ. ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഇടയ്ക്ക് ഒരു മിന്നൽ സന്ദർശനം നടത്തണം. കാരണം സർക്കാരിൻ്റെ ചുമതല അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. സർക്കാർ അവരെ സംരക്ഷിക്കാതെ അവരുടെ ആ മാനസിക ശാരീരിക ദുർബല ഇതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണം കിട്ടാതെ അവർ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യാവകാശ കമ്മീഷന് സ്വമേധയാ ഇടപെടാൻ പറ്റും. ജയിലിൽ മനുഷ്യാവകാശ കമ്മീഷൻ മരണമെന്നാരും പറഞ്ഞിട്ട് നേരിട്ട് കയറി ചെന്ന് കേസെടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെ ജയിലുകൾ മുതലായ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സന്ദർശനം നടത്താൻ പറ്റും അല്ലേ. പിന്നെ അടുത്ത കാര്യം നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കാം, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായിരിക്കാം, അതായത് എവിടെ എന്തെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻ അല്ലെങ്കിൽ ലംഘനമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉചിതമായ പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് പറ്റും. ഉചിതമായ പരിഹാരം അവിടെ നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും അല്ലേ. ഉചിതമായ പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ബെഞ്ചിരിക്കുന്ന ആൾ ശ്രദ്ധിച്ചിരി ക്ലാസ്സിൽ. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്തായിരുന്നു, അതായത് അന്താരാഷ്ട്ര ഉടമ്പടികളുണ്ട് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള. നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ ഉണ്ട് അല്ലേ, യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡിക്ലറേഷൻ ഉണ്ട്. വഴക്ക് പറഞ്ഞ് നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. അപ്പം മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉടമ്പടികളുണ്ട് അല്ലേ, കരാറുകളുണ്ട്, അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും,
അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക അല്ലേ. കരാറുകൾ, ഉടമ്പടികൾ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്തായിരുന്നു? ഗവേഷണം. അതായത് മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അല്ലേ. ആ ഗവേഷണങ്ങൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് ആ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേണ്ടുന്ന പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നതിൽ ഉള്ളത് അല്ലേ. പിന്നെന്താണ്? അതായത് ഇപ്പം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കും. മനുഷ്യാവകാശമല്ല, മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, മരമടി മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് കന്നിനെയും പോത്തിനെയും പാടത്തിട്ട് ഓട്ടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലേ. അത് ഇതാണ് ഈ അതിൻ്റെ ഒരു സംഘടന ഉണ്ടല്ലോ, ഒരു ഇൻ്റർനാഷണൽ സംഘടന, ഗ്രീൻ പീസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിനെതിരായിട്ട് വരുന്നതാണ്. അപ്പോൾ അതേപോലെ മൃഗങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ സംഘടനകൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആംനസ്റ്റി ഇൻ്റർനാഷണലോ റെഡ് ക്രോസോ റെഡ് ക്രസൻറ്റോ, അപ്പം നമ്മുടെ JPയുടെ സംഘടന ഉണ്ടല്ലോ, അതുപോലുള്ള സംഘടനകളൊക്കെ മുന്നോട്ട് വന്ന് ചെയ്യാൻ നേരത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതും ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ്. അതായത് സർക്കാർ ഇതര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേട്ടോ. സർക്കാർ ഇതര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇവരുടെ കടമയാണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ചുമതലകൾ മനസ്സിലായില്ല? ഓർമ്മയുണ്ടല്ലോ? എന്തൊക്കെയായിരുന്നു? ഏതായിരുന്നു? പറ. അതായത് ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെ. ബോധവൽക്കരണം വളരെ സിമ്പിളാണ്. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ അല്ലേ, പരാതിയിന്മേൽ അന്വേഷണം നടത്തുക. വ്യക്തിയുടെ പരാതിയാവാം, കോടതിയുടെ നിർദ്ദേശവുമാവാം. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം? അതിൽ അന്വേഷണം നടത്തുക എന്നുള്ളത് ആരുടെ കടമയാണ്? മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. പിന്നെയോ കോടതി മുൻപാകെ തീർപ്പ് കൽപ്പിക്കാതെ കെട്ടിക്കിടക്കുന്ന കേസുകൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ പറ്റും. മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാനായിട്ട് പറ്റും അല്ലേ. പിന്നെയോ ജയിൽ, അതേപോലെ തന്നെയുള്ള റെസ്ക്യൂ ഹോമുകൾ, ഷെൽട്ടറുകൾ, അതൊക്കെ ഇടയ്ക്ക് പോയി സന്ദർശിക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിന്മേൽ നടപടിയെടുക്കാനും ആർക്കുണ്ട്? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനെ റൈറ്റുണ്ട്. പിന്നെയോ ഉചിതമായ പരിഹാര മാർഗ്ഗങ്ങൾ, പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിലെന്താണ് ഉചിതമായ പരിഹാര മാർഗ്ഗം അല്ലേ. മനുഷ്യാവകാശ കമ്മീഷനൊരു പരാതി കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷൻ തീർപ്പ് കൽപ്പിച്ചു. വാർത്ത കേട്ടിട്ടില്ലേ? അതിങ്ങനെ വരുന്നതാണ് അല്ലേ. പിന്നെയോ അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളും ഉടമ്പടികളുമൊക്കെ പരിശോധിക്കുകയും അത് നമ്മുടെ നാട്ടിൽ എപ്രകാരം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു നിർദ്ദേശം വയ്ക്കുകയും ചെയ്യുക. പിന്നെയോ ഈ മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷണങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ സർക്കാർ ഇതര സംഘടനകൾ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? പരമാവധി പ്രോത്സാഹിപ്പിക്കുക. പിന്നെയോ മനുഷ്യാവകാശത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുക. പ്രസിദ്ധീകരണങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ പറയുന്ന ചുമതലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് മനുഷ്യാവകാശത്തിൻ്റെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ്. അത് ഏത് സെക്ഷനിലാണ് പ്രതിപാദിക്കുന്ന റിപ്പോർട്ട്? സെക്ഷൻ 20 പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 20 മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 20 അല്ലേ. അപ്പോൾ സെക്ഷൻ 20 എന്ന് പറയാൻ നേരത്ത് റിപ്പോർട്ടാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് എന്ന് പറയാൻ നേരത്ത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലേ, ഏത് കാലഘട്ടത്തിലാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് സെക്ഷൻ 20 പ്രതിപാദിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 20 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ റിപ്പോർട്ട് ആര് സമർപ്പിക്കണം? ആർക്കാണ് കൊടുക്കേണ്ടത്? റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എവിടെയാണ്? കേന്ദ്ര സർക്കാർ അല്ലേ. കേന്ദ്ര സർക്കാരിനാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യണം? ഈ റിപ്പോർട്ട് അത് പാർലമെൻറ്റിൽ വയ്ക്കണം. അതാണ് നമ്മുടെ ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇതിനൊരു ആപ്തവാക്യമുണ്ട്. അതായത് മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമുണ്ട്. അതെന്തായിരുന്നു? സർവേ ഭവന്തു സുഖിനാം അല്ലേ. സർവേ ഭവന്തു സുഖിന, സർവേ ഭവന്തു സുഖിന. എല്ലാവർക്കും മംഗളം വരട്ടെ, എല്ലാവർക്കും സുഖം വരട്ടെ, എല്ലാവർക്കും സന്തോഷം വരട്ടെ എന്താണ് ഈ പറഞ്ഞ സർവേ ഭവന്തു സുഖിന എന്നതിൻ്റെ ആപ്തവാക്യമായിട്ട് പറയുന്നത് കേട്ടോ. സർവേ ഭവന്തു സുഖിന എന്നുള്ളതാണ് ഇതിൻ്റെ ആപ്തവാക്യമായിട്ട് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിച്ചേ പറ്റുള്ളൂ. എവിടെയാണത്? മാനവ് അധികാർ ഭവൻ. അധികാർ അല്ലേ, മാനവ് അധികാർ ഭവൻ എവിടെയാണത്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിൽ മാനവ് അധികാർ ഭവൻ. അതേപോലെ നമ്മൾ
RTI പഠിച്ചപ്പോൾ RTIയുടെ ഹെഡ് ഓഫീസ് പറഞ്ഞില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. RTIയുടെ ഹെഡ് ഓഫീസ് ഇപ്പോൾ എന്താണ്, CIC ഭവനാണ്. CIC ഭവൻ. നേരത്തെ ഇത് ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായിരുന്നു. ഇപ്പോൾ അത് CIC ഭവനാണ്. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എവിടെയാണ്, മാനവ് അധികാർ ഭവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം ആദ്യത്തെ ചെയർമാൻ അതെല്ലാവരും ചോദിക്കുന്നതാണ് കേട്ടോ. അതായത് എന്നാണ് 1993 വന്ന സമയത്തുള്ള അതിൻ്റെ ചെയർമാൻ്റെ പേര് എല്ലാവർക്കും അറിയാം. ആരാണ് പറ? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. നിലവിലാരാണ് അറിയാവോ? അരുൺകുമാർ മിശ്ര എന്ന് ഞാൻ എഴുതുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ എത്തുന്ന സമയത്ത് ആരാണോ ചെയർമാൻ ആ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് അങ്ങ് ഇട്ടേക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ പഠനം പൂർത്തിയായോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ നമ്മൾ 20 വരെയുള്ള സെക്ഷനിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനി അടുത്തത് ഏതിലേക്ക് കിടക്കണത്? ഇത് സംസ്ഥാനങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അതേതാണ് സെക്ഷൻ? സെക്ഷൻ 21 നമ്മളിത് നോക്കുന്നത്. സെക്ഷൻ 21 അതെന്താണ്? ചാപ്റ്റർ 5 ആണ്. ചാപ്റ്റർ 5 നമ്മൾ നേരത്തെ എഴുതിയ ചാപ്റ്റർ 5 അതെന്താ പറയുന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെക്ഷനുകളൊക്കെ അറിയാവോ നിങ്ങൾക്ക്? ഏതൊക്കെ സെക്ഷനുകളിലൂടെ പഠിക്കേണ്ടതുണ്ട്? നമ്മൾ നേരത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ച പോലെ ഏതൊക്കെ സെക്ഷൻ പഠിക്കണം? സെക്ഷൻ 21, സെക്ഷൻ 22 പഠിച്ചേ പറ്റുള്ളൂ. എന്താണ് സെക്ഷൻ 22? അതാണ് നമ്മൾ നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിച്ച അതേ പോയിന്റ് അതേ രീതിയിൽ ഇവിടെ ഇച്ചിരി ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ അല്ല. എന്താണ് 22 എന്താ പറയണത്? രൂപീകരണം, നിയമനത്തെക്കുറിച്ചാണ് പറയണത് അല്ലേ. അപ്പോൾ ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെയും നിയമനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അടുത്ത സെക്ഷൻ ഏതാണ് പഠിക്കേണ്ടത്? 23. ഏതാണ് ആ സെക്ഷൻ? രാജി അല്ലെങ്കിൽ നീക്കം ചെയ്യൽ. രാജി അല്ലെങ്കിൽ നീക്കം ചെയ്യൽ. പിന്നെ ഏതാണ് പഠിക്കുന്നത്? 24. അതെന്തായിരുന്നു? 24 എന്ന് പറയുന്നത് കാലാവധിയാണ്. ഇനി പഠിക്കേണ്ടതുണ്ടോ സെക്ഷൻ? ഏതാണ്? അതേതാണ്? 28. ഇത്രയും പഠിച്ചാൽ മതിയാകും ഇതിൽ നിന്ന്. പിന്നെ ഉള്ളത് കോടതിയുണ്ട് അല്ലേ. അത് നമുക്ക് ഇത് കഴിയുമ്പോൾ നോക്കാം. കോടതി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 30 സെക്ഷൻ 30 എന്ന് പറഞ്ഞ പ്രകാരമാണ്. ഇത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പോകാം. അതുകൂടി വേണം എഴുതിയേക്കാം അല്ലേ. സെക്ഷൻ 30 മനുഷ്യാവകാശ കോടതിയുണ്ട്. പിന്നെ 35 ഓഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നും പഠിച്ചാൽ മതിയാകും. അപ്പോൾ വീണ്ടും ഇതൊന്നുകൂടി നമുക്ക് നോക്കാം. ഏതാണ്? ചാപ്റ്റർ 5 എന്ന് പറയാൻ നേരത്ത് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേരെന്താ അറിയാവോ? ഒരു ജസ്റ്റിസ് ആണല്ലേ. ആരാണത്? ജസ്റ്റിസ് മണികുമാർ കേട്ടോ. അപ്പോൾ ജസ്റ്റിസ് മണികുമാറാണ് ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ആൾ. മുൻ ഹൈക്കോടതി ജഡ്ജൊക്കെ ആയിട്ടിരുന്ന ജസ്റ്റിസ് മണികുമാറാണ്. ആദ്യത്തേതായിരുന്നു അറിയാവോ? ആദ്യത്തേത് പരീത് പിള്ള ജസ്റ്റിസ് അല്ലേ. പരീത് പിള്ള എന്ന് പറഞ്ഞ ആളായിരുന്നു അല്ലേ. ഇതൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യമല്ലേ. പണ്ട് എത്രയോ തവണ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണ്. ശ്രദ്ധ വേണം. MM പരീത് പിള്ള എന്ന് പറഞ്ഞ ആളാണ് അല്ലേ. അതിനുശേഷം എത്രയോ ആൾക്കാർ വന്നു അല്ലേ. JB കോശി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിനുശേഷം വന്നതല്ലേ, ഓർക്കുന്നില്ലേ, പഠിച്ചതല്ലേ. അപ്പോൾ ഇവിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഏത് സ്ഥലത്താണ് ഇതിൻ്റെ ആസ്ഥാനം എന്നറിയാവോ? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് ഏത് വർഷമാണെന്നറിയാവോ? 1998 ഡിസംബർ മാസം എന്നായിരുന്നു? 11-ാം തീയതി അല്ലേ. 1998 ഡിസംബർ മാസം 11-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നത് ഇത്തിരി താമസിച്ചാണെന്ന് ഓർത്താൽ മതി. 1993 ഒക്ടോബർ 12 കേന്ദ്രത്തിൽ വന്ന മനുഷ്യാവകാശ കമ്മീഷൻ നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ 5 കൊല്ലം കൂടി കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ഓർക്കുക, കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ആര്? EK നയനാറായിരുന്നു കേട്ടോ. EK നയനാറായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന വ്യക്തി. അതുകൂടി നിങ്ങൾ ഓർത്തേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ നിയമനത്തിൽ നമ്മൾ പറഞ്ഞു, അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഓർത്താൽ മതി. അവിടെ മനുഷ്യാവകാശ കമ്മീഷനും 5 അംഗങ്ങൾ പോലെ നമ്മൾ പറഞ്ഞത്. ഇവിടെ എത്രയാണ് അറിയാവോ? ഇവിടെ ചെയർപേഴ്സണും പ്ലസ് 2 അംഗങ്ങളാണ്. ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. ഈ 2 അംഗങ്ങളിൽ ഒരാൾ എപ്പോഴും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അഗാധ പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരിക്കണമെന്നുള്ളതാണ് നിയമം.
രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നയാൾ എങ്ങനെയായിരിക്കണം? ഈ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ്, അതല്ലെങ്കിൽ 7 വർഷമെങ്കിലും ജില്ലാ ജഡ്ജായിട്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇനി ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞ വ്യക്തി ആരായിരിക്കണം? അദ്ദേഹം റിട്ടയർഡ് ചെയ്ത, വിരമിച്ച ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസോ, അതല്ലെങ്കിൽ നിങ്ങളിരുന്നുറങ്ങാതെ എനിക്കുറക്കം വരും കേട്ടോ. അപ്പോൾ ജഡ്ജ്, അതായത് ഹൈക്കോടതിയിലെ ഒരു വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ഒരു വിരമിച്ച ജഡ്ജായിരിക്കണം. ഈ യോഗ്യതയുള്ള ആൾക്കാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനായിട്ട് ഇരിക്കുവാനായിട്ട് അർഹതയുള്ളത് എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഇതാണ് ആ ചാപ്റ്റർ 5 സെക്ഷൻ 21 പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അടുത്തത് ഏതാണ്? അംഗങ്ങളെന്ന് പറയാൻ നേരത്ത് അതായത് ഇതിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന, അവരുടെ നിയമനം നടത്തുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ നിയമനം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ സെക്ഷൻ 22 നമ്മൾ പോകുന്നത്, അല്ലേ? നിയമിക്കുന്നത് ആരാണ്? നിയമനം കൊടുക്കുന്നത് ഗവർണറാണ്. അപ്പോൾ ഗവർണർ നിയമനം കൊടുക്കുന്നു. ഗവർണർ നിയമനം കൊടുക്കുമ്പോൾ ഗവർണർ എടുത്ത് ശുപാർശ ചെല്ലണം. ശുപാർശ ചെല്ലേണ്ടത് ആരുടേതാണ്? മുഖ്യമന്ത്രി ഉണ്ടാവണം. പിന്നെ ആരുണ്ടാവണം? മുഖ്യമന്ത്രിക്ക് പുറമെ നിയമസഭാ സ്പീക്കർ വേണം, പ്രതിപക്ഷ നേതാവ് വേണം, ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയായ സ്ഥിതിക്ക് മറ്റേതെങ്കിലും ഒരു മന്ത്രി, നമ്മുടെ കേരളത്തിലെ സ്ഥിതി അതാണെങ്കിൽ, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മന്ത്രി ഉണ്ടാവണം. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ആഭ്യന്തരമന്ത്രി, അതായത് ആഭ്യന്തരമന്ത്രി എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇനി ഈ നമുക്ക് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിലാണ് ഈ പറഞ്ഞ കാര്യം നടക്കുന്നത്. എന്നാൽ ചില സംസ്ഥാനങ്ങൾക്ക് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലില്ലേ, MLCമാരുള്ള കൗൺസിലില്ലേ, അങ്ങനെയാണെങ്കിൽ 2 പേര് കൂടി ഇവിടുന്ന് വരും. ഒന്നാമത്തേത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും, 2 ഇവിടുത്തെ ചെയർമാൻ. അതായത് ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ഗ്രൂപ്പിലേക്ക് ആരെല്ലാം ഉൾപ്പെടുച്ച മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ, ആഭ്യന്തരമന്ത്രി. അതിന് പുറമെ ഇപ്പം കേരളത്തിലാണെങ്കിൽ 4 പേരേ ഇല്ല, കർണാടകത്തിലാണെങ്കിലോ അവിടെ 2 സഭയില്ല, വിധാനസഭയിൽ. അപ്പോൾ ആ വിധാനസഭയിലെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കും, അവിടെ നിന്നുള്ള ചെയർമാനെ വിളിക്കും. ഇങ്ങനെയാണ് അവിടെ ഉള്ളത്. ഇപ്പം നിയമനം നൽകുന്നത് ആരാണ്? ഗവർണറാണ് ഇവരുടെ നിയമനം നൽകുന്നത്. അപ്പോൾ ഗവർണർ മുഖാന്തരമാണ് നിയമനം നടക്കുന്നത്. നിയമിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ശുപാർശ പ്രകാരമാണ് സംഭവം ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ സർവീസിലുള്ള ജഡ്ജിനെയോ മറ്റോ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിലവിലുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പെർമിഷനോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. റിട്ടയർ എടുത്തിട്ടുള്ള ആൾക്കാരുടേതാണെന്നുണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നിലവിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ ചീഫ് ജസ്റ്റിസിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടേ പറ്റുകയുള്ളൂ കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ഇവരുടെ രാജി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ എന്താണ് രാജി, എന്താണ് നീക്കം ചെയ്യുക എന്ന് നമ്മൾ നോക്കിയാൽ, ഒരു മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനായിരിക്കുന്നയാൾക്ക് എന്ത് ചെയ്യണം? ആ സ്ഥാനത്തിരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ആൾ എന്ത് ചെയ്യും? രാജിവെക്കും. അങ്ങനെയാണെങ്കിൽ രാജി ആർക്ക് കൊടുക്കും? രാജിക്കത്ത് ഗവർണർക്ക് കൊടുക്കും. പക്ഷേ ഇവർ നീക്കം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ പോരായ്മയുണ്ടല്ലോ നീക്കം ചെയ്യുന്ന പരിപാടി. എന്തൊക്കെയാണെങ്കിലും നീക്കം ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത്: 1 കഴിവില്ലായ്മ, 2 പാപ്പരാവുക, 3 സ്വഭാവദൂഷ്യം, 4 എന്തായിരുന്നു പറഞ്ഞത്? ഭരണഘടനാ ലംഘനം, 5 മനോനില, അല്ലേ? മനോനില തകരാറിലായ ഒരു വ്യക്തിയെ നീക്കം ചെയ്യാം, ഭരണഘടനാ ലംഘനം നടത്തുന്ന ഒരു വ്യക്തിയെ നീക്കം ചെയ്യാം, സ്വഭാവദൂഷ്യമുള്ളൊരു വ്യക്തിയെ നീക്കം ചെയ്യാം, പാപ്പരായിട്ടിരിക്കുന്ന ഒരാളെ നീക്കം ചെയ്യാം, ഇൻസോൾവൻ്റ് ആയിട്ട് ഒരാളെ നീക്കം ചെയ്യാം, കഴിവില്ലാത്ത ഒരാളെ നീക്കം ചെയ്യാം, ആദായകരമായ മറ്റെന്തെങ്കിലും പദവി വഹിക്കുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ നീക്കം ചെയ്യാം. അപ്പം അങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും. ആർക്കാ നീക്കം ചെയ്യാൻ പറ്റുക? പ്രസിഡൻറ്റിന് മാത്രമേ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പ്രസിഡൻറ്റിനാണ് നീക്കം ചെയ്യാൻ പറ്റുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യാനായിട്ട് പ്രസിഡൻറ്റിന് മാത്രമേ പറ്റുകയുള്ളൂ. ഇതാണ് ഇവരുടെ രാജിയും ഇവരെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനിയുള്ളത് എന്താണ്? ഇവരുടെ കാലാവധിയെ സംബന്ധിച്ചല്ലേ. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് എങ്ങനെയാണ്? മാറ്റമില്ല, നമ്മുടെ കേന്ദ്രത്തിലേതുപോലെ തന്നെയാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഏതാണോ
ആദ്യം എത്തുന്നത്, അതനുസരിച്ച് പോകാം. പക്ഷേ മുൻപ് 5 വർഷം 70 വയസ്സോ ഏതായിരുന്നു ആദ്യം എന്നുള്ളതായിരുന്നു, അത് മാറ്റി അല്ലേ? അത് മാറ്റിയത് നമുക്ക് അറിയാം, അത് നമുക്ക് പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം അത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ശരിയല്ലേ, കാലാവധി കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്? സെക്ഷൻ 28 എന്താണ്? റിപ്പോർട്ട് കൊടുക്കുന്നതിനെ പറ്റിയാണ് പറയണത് അല്ലേ? റിപ്പോർട്ട് ആരുടെ റിപ്പോർട്ട്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് ആണ് സെക്ഷൻ 28 പ്രതിപാദിക്കുന്നത്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് സെക്ഷൻ 28 പ്രതിപാദിക്കുന്നു. അപ്പോൾ എവിടെയാണ് ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നത്? സംസ്ഥാന സർക്കാരിനാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ സാധാരണ ഗവർണർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു, രാഷ്ട്രപതിക്ക് കൊടുക്കുന്നു എന്നൊക്കെയല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച വിവരാവകാശ കമ്മീഷനാണെന്നുണ്ടെങ്കിലും മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലും റിപ്പോർട്ട് കൊടുക്കുന്നത് സർക്കാരിനാണ് അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സെക്ഷൻ 28 പ്രകാരമാണ് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കേസുകളിങ്ങനെ വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിയാൻ നേരത്ത് എല്ലാ ജില്ലകളിലും, നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 14 ജില്ലകളിലും ജില്ലാ കോടതിയിലെ ആ ജില്ലാ കോടതിയിലെ സെഷൻസ് കോടതി എന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നൊരു സ്പെഷ്യൽ കോർട്ടായിട്ട് പരിഗണിക്കണം എന്ന് മനുഷ്യാവകാശ കമ്മീഷന് ശുപാർശ ചെയ്യാനും അതുവഴി ആ സെഷൻസ് കോർട്ട് മനുഷ്യാവകാശ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോർട്ടായിട്ട് മാറും. അപ്പോൾ മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഈ ആർട്ടിക്കിൾ 30 ഉപയോഗിച്ചുകൊണ്ടാണ് ജില്ലാ സെഷൻസ് കോടതിയെ എന്ത് കോടതിയായിട്ട് പ്രഖ്യാപിക്കുന്നത്? മനുഷ്യാവകാശ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയായിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ ആർട്ടിക്കിൾ 30 പ്രകാരമാണ്. ഇനി നമ്മൾ നോക്കിയാൽ 35 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളുണ്ട് അല്ലേ? അതെന്താണ്? ഓഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഓഡിറ്റ്, അക്കൗണ്ട്സ്, ഫിനാൻസ്. അപ്പോൾ ഓഡിറ്റും അക്കൗണ്ട്സും ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന 35 എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും. ഇത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആ ഒരു ഭേദഗതി എന്ന് പറഞ്ഞ കാര്യമാണ്. നമ്മളത് വളരെ വേഗമായിട്ടൊന്ന് പറഞ്ഞു പോയെങ്കിലും ആ ഭേദഗതിയെക്കുറിച്ച് അറിയാവോ? മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് 2019 നടത്തിയ ഭേദഗതിയെക്കുറിച്ച് അറിയാവോ? 2019 ഈ ഭേദഗതി വന്നു അല്ലേ? അമിത്ഷായാണ്, നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അമിത്ഷായാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് എന്നാണ് നിലവിൽ വന്നത്? ഭേദഗതി നിയമം നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2-നാണ്. 2019 ഓഗസ്റ്റ് 1-ന് വന്നത് നമ്മുടെ വിവരാവകാശ ഭേദഗതി നിയമമാണ്. അപ്പോൾ ഓർക്കാൻ എളുപ്പമായില്ലേ? ഇപ്പോൾ 2019 ഓഗസ്റ്റ് 2-നാണ് വന്നത്. ഇത് പ്രകാരം വന്ന മാറ്റം എന്താ അറിയാവോ? വന്ന കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളൊക്കെ അറിയാവോ? വന്ന മാറ്റം വളരെ സിമ്പിളാണ്, നമ്മൾ പഠിച്ചതേ ഇപ്പോൾ. അതായത് നേരത്തെ മുൻപ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാൻ എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥയാണ് ഇവർ ആദ്യം ഭേദഗതി ചെയ്തത്. എന്നിട്ട് പറഞ്ഞെന്തായിരിക്കാം, സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിലെ ജഡ്ജില്ലേ, ആ ജഡ്ജിന് വേണമെങ്കിലും ആരായിട്ട് വരാൻ സാധിക്കും? മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത വ്യവസ്ഥ ചെയ്തു. അതായത് 5 അംഗങ്ങളില്ലേ, ഈ 5 അംഗങ്ങളിൽ 3 പേർ എന്ന് പറയുന്നത് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായി മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവുള്ള ഒരു വ്യക്തിയായിരിക്കണമെന്നും അതിലൊരു വനിത വേണമെന്നുമുള്ള ഒരു ഭേദഗതി ഇവർ അതിൽ കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നു. പിന്നെ കൊണ്ടുവന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് എന്തായിരുന്നു അറിയാവോ? അതായത് ഇവരുടെ കാലാവധിയെക്കുറിച്ചാണ്. അതായത് 3 വർഷം അല്ലേ? അതായത് 3 years, അതല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം എത്തുന്നത് അതുവരെ മാത്രമായിരിക്കും മനുഷ്യാവകാശ കമ്മീഷനകത്തിൻ്റെ കാലാവധി എന്നൊരു പുതിയ വ്യവസ്ഥ കൂടി കൊണ്ടുവന്നു. മുൻപ് അതെന്ന് വെച്ചാൽ 5 years അതല്ലെങ്കിൽ 70 years ആയിരുന്നു. അത് മാറ്റിയിട്ടിപ്പോൾ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്ന് പറഞ്ഞ ഒരു ഭേദഗതിയിലാക്കി കൊണ്ടുവന്നു അല്ലേ? അപ്പോൾ ഇതാണ് ഏത് നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി. പിന്നെന്തെങ്കിലും ഭേദഗതി ഉണ്ടോ? മാറ്റം വന്നിട്ടുണ്ടോ? ചെറിയൊരു മാറ്റമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ആ കണക്ട് ചെയ്ത് പഠിക്കുന്ന മാറ്റം എന്ന് വെച്ചാൽ ഇതാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മാറ്റം ഉണ്ടായി. അതായത് നേരത്തെ ഒരു ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന വ്യക്തിയാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞിരുന്നു.
അതിന് മാറ്റം വന്ന് എന്ത് മാറ്റം വന്നത്? ഹൈക്കോർട്ടിലെ ജഡ്ജ് ആയാലും മതി എന്ന് പറഞ്ഞൊരു മാറ്റം വന്നു. അതാണ് ഇവിടെ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഏതാണ്? മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പരീക്ഷകൾക്ക്, ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയകളാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ പഠിച്ചു മാറ്റിയിരിക്കുന്നത്. ഇത് സമ്പൂർണ്ണമാണ് എന്നൊന്നും അവകാശപ്പെടുന്നില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ പരമാവധി വിഷയങ്ങൾ ക്രോഡീകരിച്ച് ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും 1-2 തവണ കേട്ട് മനസ്സിലാക്കി പോകുന്ന ഒരാൾക്ക് മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന മേഖലയിൽ നിന്നും ഒരു മാർക്ക് പോലും മിസ്സാവില്ല എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റേതെങ്കിലും ഒരു വിഷയവുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയിൽ ഇന്നേക്ക് വിട. ഗുഡ് നൈറ്റ്.